കേരളത്തിലെ വലിയ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ ഇവിടെ നിന്നുള്ള പരിചയസമ്പന്നരായ സിവിൽ എഞ്ചിനീയർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തണമെന്ന് ഇന്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ആവശ്യപ്പെട്ടു. നിർമ്മാണ വൈകല്യം മൂലം ദേശീയപാതകൾ തകർന്ന പശ്ചാത്തലത്തിലാണ് എഞ്ചിനീയർമാരുടെ സംഘടന ഈ ആവശ്യം ഉന്നയിച്ചത്. പ്രാദേശികമായി മണ്ണ്, കാലാവസ്ഥ, ഗ്രൗണ്ട് കണ്ടീഷൻ എന്നിവ അറിയാവുന്ന എഞ്ചിനീയർമാരെ സാങ്കേതിക കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമിതിയിൽ ഉൾപ്പെടുത്തണം. കേരളത്തിന് പുറത്തു നിന്നുള്ള ഡിസൈനുകൾ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധരോടും പ്രൊഫഷണൽ സംഘടനകളോടും വിശകലനം ചെയ്താൽ ഗുണനിലവാരം ഉറപ്പാക്കാമെന്നും സംഘടന ചൂണ്ടിക്കാട്ടി. നമ്മുടെ NHAIയുടെ സിസ്റ്റം നോക്കിയാൽ ഒരു DPR ആരെങ്കിലും ഉണ്ടാക്കും, അവർ കേരളം കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. അവർ കുറേ സാമ്പിളും സെക്ഷനും വെച്ച് ഡ്രോയിങ്സ് അങ്ങ് ഉണ്ടാക്കും. അപ്പോൾ ലോക്കൽ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുടെ ഡാറ്റ കളക്ട് ചെയ്യില്ല. ആ DPRന്റെ ബേസിൽ ഇവർ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് കോൺട്രാക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ഇവിടെ പ്രോബ്ലം വന്നു, അവിടെ ഇന്ന മണ്ണായതുകൊണ്ട് ആ പ്രശ്നം അത് ഡോക്യുമെന്റ് ചെയ്ത് ഇന്ന കോർഡിനേറ്റിൽ ഇന്ന മണ്ണുണ്ടെന്നുള്ളൊരു ഡാറ്റാ ബാങ്ക് ഇവിടെ നമുക്ക് അവൈലബിൾ ആക്കണം. ഒരു ലോക്കൽ കമ്മിറ്റി ഉണ്ടാക്കണം. എഞ്ചിനീയേഴ്സിനെയും പ്രാക്ടിക്കൽ ആയിട്ടുള്ളവരെയും വെച്ചിട്ടും ഡിപ്പാർട്ട്മെന്റ് ഉള്ളവരെ കൂടാതെ ഇപ്പോൾ സാറിനെ പോലെ 40 കൊല്ലം പരിചയമുള്ളവരും ഒക്കെ ചേർന്ന് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, കാര്യം ഇതൊരു പബ്ലിക് മണിയാണ് ഉപയോഗിക്കുന്നത്. ചിലയിടത്ത് നമ്മളുടെ ചെയ്തതിൻ്റെ വർക്കിൻ്റെ കുഴപ്പമാവാം. അപ്പോൾ ഇതിന് ക്വാളിറ്റിയും ഇതും ചെക്ക് ചെയ്യുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ഒരു PMC സിസ്റ്റംസ് വേണം.